ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ചാപ്റ്ററിലെ അവസാനത്തെ ടോപ്പിക് ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് പോളിസിനെ കുറിച്ചിട്ട് നമുക്ക് പറയാം. എക്സ്ചേഞ്ച് റേറ്റ് പോളിസി പറയുന്നത് മാക്രോ എക്കണോമി പോളിസിയിൽ ഒരു എക്കണോമിയിലുള്ള ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ടല്ലോ, ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്, അവരുടെ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിന് ഇൻഫ്ലുവൻസ് അതിനെ കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതാണ് എക്സ്ചേഞ്ച് റേറ്റ് പോളിസീസ് എന്ന് പറയുന്നത്. എക്സ്ചേഞ്ച് റേറ്റ് പോളിസി പറയുമ്പോൾ ഗവൺമെന്റ് എന്താ ചെയ്യുന്നത്, ആ കറൻസിയുടെ വാല്യൂ ആണ് അവരുടെ ആ ഒരു എക്കണോമിയിൽ ആ രാജ്യത്തിന്റെ കറൻസിയുടെ വാല്യൂ എഗെയിൻസ്റ്റ് ഫോറിൻ കൺട്രീസ്. അതാണല്ലോ അവരുടെ എക്സ്ചേഞ്ച് റേറ്റ് പറയുന്നത്. ആ എക്സ്ചേഞ്ച് റേറ്റിനെ കൂട്ടുക കുറയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ കറൻസി വേറൊരു കറൻസിനെ റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ കറൻസി സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുക, വീക്കൻ ചെയ്യിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗവൺമെന്റിന്റെ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിനെ കൂട്ടുക കുറയ്ക്കുക, ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് കൂട്ടുന്നതും കുറയ്ക്കുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്, ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എപ്പോഴും സ്റ്റേബിൾ ആക്കി വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, കൂടുന്ന സമയത്ത് അത് കുറയ്ക്കുന്നത് എന്തിനാണ്, കുറയുന്ന സമയത്ത് അത് കൂട്ടുന്നത് എന്തിനാണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇക്കണോമിയിൽ ചെയ്യുന്നുണ്ട്. മാക്രോ എക്കണോമിക് ഒരു ആസ്പെക്റ്റിൽ നാഷണൽ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു പോളിസിനെ കുറിച്ചിട്ടാണ് എക്സ്ചേഞ്ച് റേറ്റിനെ കൂട്ടാൻ കുറയ്ക്കുക എന്നൊക്കെ ചെയ്യുന്നത്. അതിനെ റിലേറ്റ് ചെയ്യുന്ന ആ കാര്യങ്ങൾ ഒക്കെയാണ് നമ്മൾ ഈ ഒരു എക്സ്ചേഞ്ച് റേറ്റ് പോളിസിയിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ പഠിച്ച പോളിസി ആയിട്ടുള്ള മോണിറ്ററി പോളിസി ഉണ്ടല്ലോ, ആ മോണിറ്ററി പോളിസി ആയിട്ട് നല്ല രീതിയിൽ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. നേരത്തെ ആണെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോണിറ്ററി പോളിസിയിൽ നമ്മൾ എന്താണ്, മണി സപ്ലൈ കൂട്ടുന്നു കുറയ്ക്കുന്നു, ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് മോണിറ്ററി പോളിസിയിൽ ഉള്ളതല്ല. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുക കുറയ്ക്കുക ഒക്കെ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയട്ടെ, അതൊന്നും ഇവിടെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തില്ല, ബട്ട് എന്നാലും ഞാൻ പറയാണ്, നമ്മുടെ നാട്ടിലെ ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ്, കൂടുതലാണ്. വേറെ രാജ്യത്തിന്റെ അമേരിക്കയിലെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ്. അമേരിക്കയിലെ ഇൻട്രസ്റ്റ് റേറ്റിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ആക്കാണ് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പൊ ഷോർട്ട് ടേമിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന അമേരിക്കയിലുള്ള ആളുകളടക്കം നമ്മുടെ രാജ്യത്ത് വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. കാരണം അവിടത്തേനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് നമുക്ക് ഇവിടെ കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങും ഷോർട്ട് ടേമിലേക്ക്. ഷോർട്ട് ടേം ഇൻട്രസ്റ്റ് റേറ്റ് നമ്മളതാണ് കൂടുതൽ. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് കൺവേർഷൻ കൂടും. അവിടെ നിന്ന് ഇങ്ങോട്ട് കൺവേർഷൻ കൂടുന്ന സമയത്ത് നമ്മുടെ കറൻസി അതിനനുസരിച്ച് സ്ട്രെങ്തനിങ് എഫക്ട് വരും. അപ്പൊ ആ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഇൻഫ്ലേഷന് ബേസ് ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഇങ്ങനെ പറയാനുണ്ട്. അപ്പൊ ഞാനത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇതിൽ മെയിൻ ഈ ഒരു പോളിസിനെ കുറിച്ച് താഴെ പറയുന്നത്, ഞാൻ പറയുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒരു ഇക്കണോമിയിൽ രണ്ട് രാജ്യങ്ങൾ, ഓക്കെ, ഒന്ന് നമ്മുടെ രാജ്യം, പിന്നെ ഒന്ന് ഒരു ഫോറിൻ രാജ്യം. ഓക്കെ, പിന്നെ ഒരു ഫോറിൻ രാജ്യം. ഓക്കെ, ഇവിടുത്തെ ഇൻഫ്ലേഷൻ ഹൈ ആണ്, ഇവിടുത്തെ ഇൻഫ്ലേഷൻ കൂടുതലാണ്, ഇവിടുത്തെ ഇൻഫ്ലേഷൻ എന്താണ്, കുറവാണ്. ഇവിടെ നമുക്കറിയാം, നമ്മൾ റിസ്ക് മാനേജ്മെന്റ് ഒക്കെ പഠിച്ച സമയത്തേ നമുക്ക് അറിയുന്നതാണ്, ഏത് രാജ്യത്താണോ ഇൻഫ്ലേഷൻ കൂടുതൽ അവിടുത്തെ കറൻസി വീക്കൻ ചെയ്യും, ഇവിടുത്തെ കറൻസി വീക്കൻ ചെയ്യും, ഇവിടുത്തെ കറൻസി സ്ട്രെങ്തൻ ചെയ്യും. അത് ഞാൻ നേരെ ഓപ്പോസിറ്റ് ആക്കുകയാണ്. ഇവിടുത്തെ ഇൻഫ്ലേഷൻ കുറവാണ്, ഇവിടുത്തെ ഇൻഫ്ലേഷൻ കൂടുതലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എവിടെ ആയിരിക്കും, ഇവിടുത്തെ കറൻസി വീക്കൻ ആൻഡ് ഇവിടുത്തെ കറൻസി എന്താണ്, സ്ട്രെങ്തൻ ചെയ്യും. അങ്ങനെ സ്ട്രെങ്തൻ ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഐറ്റംസ് ഒക്കെ എന്താണ്, 1 മിനിറ്റ്, ഈ ഇൻഫ്ലേഷനെ കുറിച്ച് ഇപ്പൊ പറയല്ലേ, ഇൻഫ്ലേഷനെ കുറിച്ച് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ജസ്റ്റ് ഞാൻ എവിടെ ബാലൻസ് ഓഫ് പേയ്മെന്റിനെ കുറിച്ചിട്ട് പറഞ്ഞ സമയത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് എന്താണ്, 1 സെക്കൻഡ്, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നോക്കണ്ട, ഇപ്പൊ നോക്കാം. ബാലൻസ് ഓഫ് ട്രേഡ് എന്താണ്, ഒരു എക്കണോമിയിലുള്ള ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് ആ എക്കണോമിയിൽ എത്രത്തോളം എക്സ്പോർട്ട് ഉണ്ട് ആൻഡ് എത്രത്തോളം ഇമ്പോർട്ട് ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും. എക്സ്പോർട്ട് കൂടുതൽ ഇമ്പോർട്ട് കുറവാണെന്നുണ്ടെങ്കിൽ എന്താ, നമ്മൾ ഒരുപാട് ആ രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു, അവിടെ നിന്ന് കുറച്ചേ ഇങ്ങോട്ട് വരുന്നുള്ളൂ. എക്സ്പോർട്ട് കൂടുതലാണ്, ഇമ്പോർട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ബാലൻസ് ഓഫ് ട്രേഡ് എന്താണ്, നമുക്ക് സർപ്ലസ് ആണ്. കാരണം നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഫണ്ട് വരും, ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും. അപ്പൊ നമ്മൾ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നെറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഫണ്ട് വരായിരിക്കും. അതാണ് ബാലൻസ് ഓഫ് ട്രേഡ് സർപ്ലസ് എന്ന് പറയുന്നത്. ഇനി നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് കുറവ്, ഇമ്പോർട്ട് ആണ് കൂടുതലെങ്കിൽ എന്തായിരിക്കും, ബാലൻസ് ഓഫ് ട്രേഡ് ഡെഫിസിറ്റ് ആണ് വരിക. ട്രേഡ്
ഡെഫിസിറ്റ് ആണ് വരിക. അപ്പൊ ട്രേഡ് സർപ്ലസ് വരാം, ട്രേഡ് ഡെഫിസിറ്റ് വരാം. അപ്പൊ ഈ ട്രേഡ് സർപ്ലസും ട്രേഡ് ഡെഫിസിറ്റിനും എന്തുണ്ട്, നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പൊ ഏത് രാജ്യത്തിന്റെ കറൻസിയാണോ സ്ട്രെങ്തൻ ചെയ്യുന്നത്, ഏത് രാജ്യത്തിന്റെ കറൻസിയാണോ സ്ട്രെങ്തൻ ചെയ്യുന്നത്, റിലേറ്റീവ് ആയിട്ട് ഒരു രാജ്യത്തിന്റെ കറൻസി സ്ട്രെങ്തൻ ചെയ്യുന്നു. അപ്പോൾ മറ്റേ രാജ്യത്തിന്റെ കറൻസി എന്തായിരിക്കും, റിലേറ്റീവ്ലി ഫോറക്സ് റേറ്റ് പറയുമ്പോൾ ഇവിടെ സ്ട്രെങ്തൻ ചെയ്താൽ ഇപ്പുറത്തെ കറൻസി വീക്കൻ ചെയ്യായിരിക്കും. അപ്പൊ ഏത് രാജ്യത്തിന്റെ കറൻസിയാണോ സ്ട്രെങ്തൻ ചെയ്യുന്നത്, ആ രാജ്യത്തിലെ പ്രൊഡക്ട്സ് ഒക്കെ ഇവിടുത്തെ പ്രൊഡക്ട്സ് ഓക്കെ, ഏത് രാജ്യത്തിലെ കറൻസിയാണോ സ്ട്രെങ്തൻ ചെയ്യുന്നത്, ഇവിടുത്തെ പ്രൊഡക്ട്സ് ഒക്കെ എന്താകും, എക്സ്പെൻസീവ് ആകും. ആർക്ക്, ഫോറിൻ കൺട്രിക്ക് എക്സ്പെൻസീവ് ആകും. ഏത് രാജ്യത്തിന്റെ കറൻസിയാണോ വീക്കൻ ചെയ്യുന്നത്, അവിടുത്തെ പ്രൊഡക്ട്സ് ഒക്കെ എന്താകും, എന്തായിരിക്കും, ചീപ്പർ ആയിരിക്കും. ഇത് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ്ഡ് ആണ് റിസ്ക് മാനേജ്മെന്റിൽ. ഓക്കെ, അപ്പൊ ഏത് രാജ്യത്തിന്റെ കറൻസി ആണോ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ആണോ എക്സ്പെൻസീവ് ആവുന്നത്, ഇവിടുത്തെ ഡിമാൻഡ് എന്താണ്, ഇവിടുത്തെ പ്രൊഡക്ട്സ് അവിടുത്തെ, ഇത് ഇവിടെ ഇപ്പൊ ഹോം കൺട്രിയിലെ പ്രൊഡക്ട്സ് ഒക്കെ എക്സ്പെൻസീവ് ആയല്ലോ. അപ്പൊ ഹോം കൺട്രിയിലെ പ്രൊഡക്ട്സ് ഫോറിൻ കൺട്രി യൂസ് ചെയ്യുന്നത് കുറയും അല്ലെ, എക്സ്പെൻസീവ് ആയ സാധനത്തിന്റെ ഡിമാൻഡ് കുറയില്ലേ. അപ്പൊ എക്സ്പോർട്ട് ഡിമാൻഡ് എന്താകും, ഇവിടുത്തെ എക്സ്പോർട്ട് ഡിമാൻഡ് എന്ത് ചെയ്യും, കുറയും. അവിടുത്തെ പ്രൊഡക്ട്സ് ഒക്കെ ചീപ്പർ ആവില്ലേ. അപ്പൊ അവിടുത്തെ പ്രൊഡക്ട്സ് ചീപ്പർ ആവുമെന്ന് പറയുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വാങ്ങിക്കുന്ന ഇമ്പോർട്ട് ഡിമാൻഡ് എന്ത് ചെയ്യും, കൂടും. അങ്ങനെ വരുന്ന സമയത്ത് ഇതിന്റെ റിസൾട്ടന്റ് ആയിട്ട് ഈ എക്സ്പോർട്ട് കുറയുന്നു, ഇമ്പോർട്ട് കൂടുന്നു എന്നുള്ളത് വരുന്ന സമയത്ത് എന്തായിരിക്കും, ബാലൻസ് ഓഫ് ട്രേഡ് എന്തായിരിക്കും, എക്സ്പോർട്ട് കുറയുന്നു, ഇമ്പോർട്ട് കൂടുന്നു, അപ്പൊ അത് ട്രേഡ് സർപ്ലസ് ആണോ ആവുക, ട്രേഡ് ഡെഫിസിറ്റ് ആണോ ആവുക, എക്സ്പോർട്ട് കുറയുന്നു, ഇമ്പോർട്ട് കൂടുന്നു, അപ്പൊ അത് ട്രേഡ് ഡെഫിസിറ്റിലേക്ക് പോകും. അങ്ങനെ ട്രേഡ് ഡെഫിസിറ്റിൽ പോകുന്ന സമയത്ത് എന്താണ് അർത്ഥം, നെറ്റായിട്ട് നമ്മുടെ ഫണ്ട് ഇമ്പോർട്ട് കൂടുകയാണ്. നെറ്റായിട്ട് എന്താണ്, ഇമ്പോർട്ട് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇമ്പോർട്ട് കൂടുമ്പോൾ നെറ്റായിട്ട് നമ്മുടെ ഫണ്ട് അങ്ങോട്ട് പോവുകയാണ് ചെയ്യും അല്ലെ. എക്സ്പോർട്ടിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ട് കൂടുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ആ എക്കണോമിയിൽ നിന്ന് ഇങ്ങോട്ട് ഫണ്ട് വരുന്നതിനേക്കാൾ ഇവിടുന്ന് അങ്ങോട്ട് പോവാണ്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് കൺവേർഷൻ കൂടുന്ന സമയത്ത് ഇതിന്റെ റിസൾട്ടന്റ് ആയിട്ട് എന്താണ്, ഫോറക്സ് റേറ്റ് എന്താകും, നമ്മുടെ കറൻസി അവിടത്തേക്കുള്ള കൺവേർഷൻ കൂടുന്നതുകൊണ്ട് നമ്മുടെ കറൻസി വീക്കൻ ചെയ്യും. അവർ കറൻസി വീക്കൻ ചെയ്യും, അവന്റെ കറൻസി ഫോറിൻ കറൻസി എന്താകും, സ്ട്രെങ്തൻ ചെയ്യും. അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ കറൻസി സ്ട്രെങ്തൻ ചെയ്യുക, അവരുടെ കറൻസി വീക്കൻ ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് നേരെ തിരിച്ചു വരും. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് ത്രൂ എന്താണ് ഈ ഒരു നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിന് ഒരു ബാലൻസിങ് എഫക്ട് വരുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഓൾറെഡി റിസ്ക് മാനേജ്മെന്റ് പറഞ്ഞാണ്. ഈ ചാപ്റ്ററിൽ പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചാപ്റ്ററിൽ നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, റീസൺ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഒരു എക്കണോമിയിൽ എക്സ്ചേഞ്ച് റേറ്റ് കൺട്രോൾ ചെയ്യണം എന്ന് പറയുന്നത്. ഗവൺമെന്റ് എക്സ്ചേഞ്ച് റേറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ട്രേഡ് ഡെഫിസിറ്റും ട്രേഡ് സർപ്ലസ് ഒക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ട്രേഡ് ഡെഫിസിറ്റും സർപ്ലസ് എപ്പോഴാണ് വരുന്നത്, ഡെഫിസിറ്റും സർപ്ലസും എപ്പോഴാണ് വരുന്നത് വെച്ചാൽ ഇമ്പോർട്ടും എക്സ്പോർട്ടും ഈക്വൽ ആവാത്ത സമയത്താണ്, എന്ത് വരുന്നത്, സർപ്ലസും ഡെഫിസിറ്റ് വരുന്നത്. അപ്പോ ഒരു സർപ്ലസ് വന്ന സിറ്റുവേഷൻ, സർപ്ലസ് എപ്പോഴാ വരിക, സർപ്ലസ് വരുന്ന എക്സ്പോർട്ട് കൂടുതലായതുകൊണ്ടല്ലേ. അപ്പൊ എന്ത് ചെയ്യാ, എക്സ്പോർട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാ, നമ്മുടെ പ്രൊഡക്ട്സ് ഒന്ന് എക്സ്പെൻസീവ് ആയാൽ മതി. നമ്മുടെ പ്രൊഡക്ട്സ് എക്സ്പെൻസീവ് ആയാൽ എക്സ്പോർട്ട് കുറയ്ക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് എക്സ്പെൻസീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറൻസി ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാം. അതാണ് ഇപ്പൊ ട്രേഡ് ഡെഫിസിറ്റ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഒരു രാജ്യത്തെ ഇൻഫ്ലേഷൻ കൂടുതലാക്കും. അങ്ങനെ കൂടുതലാക്കുമ്പോൾ എന്താണ്, നമ്മുടെ എക്സ്പോർട്ട് പ്രൈസ് ഒന്നും കൂടെ ലെസ് കോമ്പറ്റേറ്റീവ് ആകും. അപ്പൊ ആ സമയത്ത് അതായത് ഇപ്പൊ ഞാനിപ്പോ പറയുന്നത് എന്താണ്, എക്സ്പോർട്ട് കുറയ്ക്കണം എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് ഒന്നും കൂട്ടും. നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് കൂട്ടുക എന്ന് പറയുമ്പോൾ നമ്മുടെ കറൻസി ഒന്നും അങ്ങോട്ട് സ്ട്രെങ്തൻ ചെയ്യും. നമ്മുടെ കറൻസി ഒന്നും കൂടെ സ്ട്രെങ്തൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, നേരത്തെ പറഞ്ഞില്ലേ, സ്ട്രെങ്തൻ ചെയ്തപ്പോ നമ്മുടെ കറൻസി സ്ട്രെങ്തൻ ചെയ്തപ്പോ നമ്മുടെ പ്രൊഡക്റ്റ് ഒന്നും കൂടെ എക്സ്പെൻസീവ് ആവുമ്പോൾ എക്സ്പോർട്ട് കുറയുന്ന പറയില്ല. അപ്പൊ എക്സ്പോർട്ട് കൂടി കിടക്കുന്ന സർപ്ലസ് ആണെന്നുണ്ടെങ്കിൽ ഇത് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ആ സർപ്ലസ് കുറച്ചിട്ട് ബാലൻസ് ആക്കാൻ പറ്റും, ബാലൻസ് ഓഫ് ട്രേഡിൽ ബാലൻസ് കൊണ്ടുവരാൻ പറ്റും. ഇനി ഡെഫിസിറ്റിലാ കിടക്കുന്നെങ്കിൽ ഇമ്പോർട്ട് കൂടി കിടക്കുകയാണ്, എക്സ്പോർട്ടിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ട് കൂടി കിടക്കുകയാണ്. അപ്പൊ ഇമ്പോർട്ട് കൂടി കിടക്കുന്ന സമയത്ത് നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് എന്ത് ചെയ്യും, നമുക്ക് എക്സ്പോർട്ട് കൂട്ടണം. ഇമ്പോർട്ട് കൂടി കിടക്കുകയാണെങ്കിൽ നമ്മുടെ എക്സ്പോർട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ കറൻസി ഒന്നും അങ്ങോട്ട് വീക്കം ചെയ്യും.
നേരെ തിരിച്ച് നമ്മുടെ കറൻസി സ്ട്രെങ്തൻ ചെയ്യുന്നതിന് പകരം നമ്മുടെ കറൻസി വീക്കൻ ചെയ്യിക്കും. നമ്മുടെ കറൻസി ഇതിന് പകരം വീക്കനാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പ്രൊഡക്ട്സ് എന്താകും? ചീപ്പർ ആകും. നമ്മുടെ പ്രൊഡക്ട്സ് ചീപ്പർ ആവുന്ന സമയത്ത് നമ്മുടെ എക്സ്പോർട്ട് എന്ത് ചെയ്യും? എക്സ്പോർട്ട് പോകും. അപ്പോൾ ബാലൻസ് ഓഫ് ട്രേഡ് ഡെഫിസിറ്റും സർപ്ലസും ഒക്കെ ഉള്ളത് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട്, ഒരു ഡെഫിസിറ്റോ സർപ്ലസോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ പറയുന്നത് ഡെഫിസിറ്റ് വരുന്ന സമയത്ത്, ഡെഫിസിറ്റ് എപ്പോഴാ വരിക? എക്സ്പോർട്ട് കുറവ് ഇമ്പോർട്ട് കൂടുതലാവുമ്പോഴാണ് ഡെഫിസിറ്റ് വരിക. അപ്പൊ ഇമ്പോർട്ട് കൂടുതലാണ്, എക്സ്പോർട്ട് കുറവാണെങ്കിൽ എക്സ്പോർട്ടിനെ കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? എക്സ്ചേഞ്ച് റേറ്റ് ലോവർ ചെയ്യും. നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് കുറയ്ക്കും. അതായത് നമ്മുടെ കറൻസി വീക്കൻ ചെയ്യിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പോർട്ട് ഒന്നും കൂടെ ചീപ്പർ ആവും. എക്സ്പോർട്ട് ചീപ്പർ ആകുമ്പോൾ എക്സ്പോർട്ട് കൂടും. അപ്പൊ ഡെഫിസിറ്റിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ട്രേഡ് സർപ്ലസ് വരുമ്പോഴും ഇതുപോലെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ബാലൻസ് ഓഫ് ട്രേഡ് ഉണ്ടല്ലോ, അതിൽ ഡെഫിസിറ്റും സർപ്ലസ് ഒക്കെ വരുന്ന സമയത്ത് അതിനെ ബാലൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്ചേഞ്ച് റേറ്റിനെ ഫ്ലക്ച്വേറ്റ് ചെയ്യിപ്പിക്കാം. പിന്നെ വരുന്നത് എക്സ്ചേഞ്ച് റേറ്റ് നല്ല രീതിയിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. എന്റെ കറൻസി ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷന്റെ റിസ്ക് കൂടുതലാണ്. ട്രാൻസാക്ഷൻ റിസ്ക് ഉണ്ടല്ലോ, നമ്മൾ അവസാനത്തെ ചാപ്റ്ററിൽ പഠിച്ച ട്രാൻസാക്ഷൻ റിസ്ക് ഇല്ലേ, ആ ട്രാൻസാക്ഷൻ റിസ്ക് നല്ല രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനീസ് റിലക്റ്റന്റ് ആകും. ഫോറിനിൽ റെസിപ്റ്റ് പേയ്മെന്റ് ഒക്കെ വരുന്ന സമയത്ത് ഈ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റേബിൾ അല്ല, ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ റിസ്ക് ഹൈ ആണെന്നുണ്ടെങ്കിൽ കമ്പനീസ് ഒക്കെ എന്താണ്, ഇന്റർനാഷണൽ ട്രേഡ് ചെയ്യാൻ ഭയങ്കരമായിട്ട് റിലക്റ്റന്റ് ആയിട്ട് നിൽക്കും. അപ്പൊ ആ സമയത്ത് എക്കണോമി ബൂസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ട്രേഡ് ചെയ്യണം. അപ്പൊ ഇന്റർനാഷണൽ ട്രേഡ് ഒന്ന് ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊന്ന് ബൂസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റിനെ സ്റ്റേബിൾ ആക്കി നിർത്തുക എന്ന് പറയുന്നത് ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റിന്റെ റിസ്ക് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, എക്സ്ചേഞ്ച് റേറ്റിനെ സ്റ്റേബിൾ ആക്കി നിർത്തും. എക്സ്ചേഞ്ച് റേറ്റ് ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്ത് ഒഴിവാക്കിയിട്ട് സ്റ്റേബിൾ ആക്കി നിർത്താൻ ഗവൺമെന്റ് ശ്രമിക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇമ്പോർട്ടേഴ്സിനും എക്സ്പോർട്ടേഴ്സിനും. അപ്പോഴാണ് ആ കറൻസിയിലുള്ള കോൺഫിഡൻസ് കൂടുള്ളൂ. അങ്ങനെയാണ് ഇന്റർനാഷണൽ ട്രേഡ് ഒന്ന് സെറ്റ് ആവുള്ളൂ. ഇനി ഇവിടെ പഠിക്കാനുള്ളത് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റും ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റിനെ കുറിച്ചിട്ടാണ്. ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി കാണുന്ന എക്സ്ചേഞ്ച് റേറ്റ്, അത് ആ ഒരു എക്സ്ചേഞ്ച് റേറ്റ് ഒരിക്കലും ഫിക്സ്ഡ് അല്ല, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. റിലേറ്റീവ്ലി ഏത് കറൻസിയാണോ മൂല്യം കൂടുന്നത്, ഏത് കറൻസിയാണോ മൂല്യം കുറയുന്നത്, അതിനനുസരിച്ച് കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ എക്സ്ചേഞ്ച് റേറ്റിനെയാണ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴാണ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റിൽ ഒരു കറൻസിയുടെ ഡിമാൻഡ്, ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് പറയുമ്പോൾ ഇപ്പൊ കറന്റ് ഒരു എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട്, അതിൽ നിന്നും ആ രണ്ട് കറൻസിയിലുള്ള ഏതെങ്കിലും ഒരു കറൻസി സ്ട്രെങ്തൻ ചെയ്താൽ ഫോറക്സ് റേറ്റ് അതിനനുസരിച്ച് ഒരു മൂവ്മെന്റ് വരും, വീക്കൻ ചെയ്താൽ അതിനനുസരിച്ച് ഒരു മൂവ്മെന്റ് വരും. അപ്പൊ അങ്ങനെ സ്ട്രെങ്തനിങ്ങും വീക്കനിങ്ങും ചെയ്യുന്നതിനനുസരിച്ച് ഫോറക്സ് റേറ്റ് മാറുന്നതാണ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് പറയുന്നത്. അപ്പൊ എപ്പോഴാണ് ഒരു കറൻസിയുടെ ഡിമാൻഡ് കൂടുന്നത്? ഒരു കറൻസിയുടെ ഡിമാൻഡ് എപ്പോഴാണ് കൂടുന്നത് എപ്പോഴാ? എക്സ്പോർട്ട് കൂടുമ്പോൾ, ആ രാജ്യത്തിന്റെ എക്സ്പോർട്ട് കൂടുമ്പോൾ. ഇപ്പോ ഇന്ത്യ ആൻഡ് അമേരിക്കയിൽ ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ട് കൂടുതലാണ്. പറയുമ്പോൾ എന്താണ്, ഇന്ത്യയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ അമേരിക്ക എടുക്കുന്നുണ്ട്. അപ്പൊ അമേരിക്കയിലെ ഡോളർ ഒരുപാട് ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യൻ കറൻസിയുടെ ഡിമാൻഡ് എന്താണ്, കൂടുന്നുണ്ട്. ഏതൊരു കറൻസിയുടെയും ഡിമാൻഡ് കൂടുന്ന എപ്പോഴാണ്? ആ രാജ്യത്തിന്റെ എക്സ്പോർട്ട് കൂടുമ്പോഴാണ്. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഒരുപാട് നമ്മുടെ രാജ്യത്തേക്ക് വരുന്നുണ്ട്. എപ്പോഴാണ്? നമ്മുടെ ഇന്ത്യൻ റുപ്പിയുടെ ഡിമാൻഡ് കൂടുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ട് കൂടുമ്പോൾ അത് ഓക്കെ. ഇനി അടുത്തത്, ഫോറിനിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ രാജ്യത്തേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സമയത്തും നമ്മുടെ കറൻസിയുടെ ഡിമാൻഡ് കൂടും. പിന്നെ സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഉണ്ട്. സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെന്താണ്, പല കറൻസീസിന്റെയും മൂല്യങ്ങൾ കൂടും കുറയും എന്നൊക്കെ സ്പെക്യുലേറ്റ് ചെയ്തിട്ട്. സ്പെക്യുലേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇപ്പോ ഫോറക്സിൽ പല കറൻസീസും മൂല്യം അങ്ങനെ ഇങ്ങനെയും കൂടുന്നു കുറയുന്നു ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് കൂടുന്നു കുറയുന്നു എന്ന് വെച്ചിട്ട് ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ റുപ്പീസിന്റെ ഒക്കെ മൂല്യം കുറഞ്ഞു കിടക്കുന്ന സമയത്ത് റുപ്പീസ് വാങ്ങിക്കും, എന്നിട്ട് കൂടുമ്പോൾ അത് വെക്കും. ആ രീതിയിൽ അവിടെ ലാഭം ഉണ്ടാക്കുന്ന ട്രേഡേഴ്സ് ഉണ്ട്, അവിടെ സ്പെക്യുലേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോ ഇന്ത്യന്റെ മൂല്യം കൂടുന്നു എന്ന് എക്സ്പെക്ട് ചെയ്യുമ്പോൾ, ഇന്ത്യയുടെ മൂല്യം കൂടുന്നു എന്ന് എക്സ്പെക്ട് ചെയ്യുമ്പോൾ എന്താണ്, അപ്പൊ ഒരുപാട് ഇന്ത്യൻ റുപ്പീസ് വാങ്ങിക്കാൻ ആൾക്കാരുണ്ടാകും. അപ്പൊ അങ്ങനെ വാങ്ങിക്കുമ്പോൾ എന്താണ്, ഇന്ത്യൻ റുപ്പീസ് വാങ്ങിക്കാൻ ഒരുപാട് ആൾക്കാർ വരുന്ന സമയത്ത് ഇന്ത്യൻ റുപ്പീസിന്റെ മൂല്യം കൂടും. അപ്പൊ ഒരു കറൻസിയുടെ ഡിമാൻഡ് എപ്പോഴാ കൂടുക? ഒരു കറൻസിയുടെ ഡിമാൻഡ് കൂടുന്നത് സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുമ്പോഴും എന്താണ്, ഒരു കറൻസി ഡിമാൻഡ് കൂടുക. അപ്പൊ സ്പെക്യുലേഷൻ എപ്പോഴും എന്താവില്ല, ഇന്ത്യൻ റുപ്പിയുടെ
മൂല്യം കൂടുന്നു എന്ന് പറയുന്ന സ്പെക്കുലേഷൻ മാത്രമായിരിക്കില്ലല്ലോ ട്രേഡേഴ്സ് എടുക്കുന്നത്. സ്പെക്കുലേഷൻ എന്തും ആവാം. മൂല്യം കുറയുന്നു എന്ന് സ്പെക്കുലേറ്റ് ചെയ്യാം. ഫ്യൂച്ചറിൽ ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം കുറയുന്നു ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ നിൽക്കൂല, ബൈ ചെയ്യാൻ നിൽക്കൂല, അപ്പൊ സെല് ചെയ്യാനാണ് നിൽക്കുക. അപ്പൊ സെല്ലിംഗ് ആണ്. അപ്പൊ സ്പെക്കുലേറ്റീവ് റീസൺസ് കൊണ്ട് ഡിമാൻഡ് കൂടാനും ചാൻസ് ഉണ്ട്, ഡിമാൻഡ് കുറയാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഡിമാൻഡ് കൂടുന്ന കേസ് ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി ഡിമാൻഡ് കുറയുന്ന എപ്പോഴാ? ഡിമാൻഡ് കുറയുക അല്ലെങ്കിൽ സപ്ലൈ കൂടുക എന്ന് പറയും. സപ്ലൈയുടെ കേസ്, സപ്ലൈ കൂടുന്നു കുറയുന്നു എന്നുള്ള കേസ് വരുന്ന സമയത്ത് ആണ്. അപ്പൊ സപ്ലൈനെ കുറിച്ച് പറയുമ്പോൾ ഇമ്പോർട്ട്, അതായത് നമ്മുടെ നാട്ടിലേക്ക് എന്താണ് അപ്പൊ ഇന്ത്യൻ റുപ്പിയുടെ സപ്ലൈനെ ബേസ് ചെയ്തിട്ട് എപ്പോഴാണ് ഇന്ത്യൻ റുപ്പിയുടെ സപ്ലൈ കൂടുക? ഇന്ത്യൻ റുപ്പിയുടെ സപ്ലൈ കൂടുന്ന സമയത്ത് കറൻസിയുടെ വാല്യൂവിന് എന്ത് സംഭവിക്കും? കറൻസിയുടെ വാല്യൂ കുറയും. ഇന്ത്യൻ റുപ്പി ഒരുപാട് അങ്ങോട്ട് സപ്ലൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് സപ്ലൈ കൂടുന്ന സമയത്ത് വാല്യൂ കുറയുകയാണ്. ഡിമാൻഡ് കൂടുന്ന സമയത്ത് ഡിമാൻഡ് കറൻസിയുടെ വാല്യൂ കൂടുകയാണ് ചെയ്യുന്നത്. കറൻസിയുടെ വാല്യൂ കൂടുന്ന എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. ഇനി കറൻസിയുടെ വാല്യൂ എപ്പോഴാണ് കുറയാന്ന് വെച്ചാൽ ഇമ്പോർട്ട് കൂടുന്നതിനനുസരിച്ച്. ഇന്ത്യ, അമേരിക്ക, അതിൽ അമേരിക്കയിൽ നിന്ന് ഒരുപാട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇമ്പോർട്ടാണ് കൂടുന്നതെങ്കിൽ അപ്പൊ നമ്മുടെ കറൻസി ഒരുപാട് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യാണ്. അപ്പൊ അവന്റെ കറൻസി സ്ട്രെങ്തൻ ചെയ്യും, നമ്മുടെ കറൻസി വീക്കൻ ചെയ്യും. ഓക്കെ, അപ്പൊ സപ്ലൈ കൂടുന്നതിന്റെ കുറച്ച് എക്സാമ്പിളാണ് പറയുന്നത്. ഇനി ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, നേരത്തെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻഫ്ലോ പറഞ്ഞത് അവന്റെ കറൻസി ഇങ്ങോട്ട് വരികയാണ്. ഇനി നേരെ ഫോറിൻ കറൻസി ഇൻവെസ്റ്റ്മെന്റ് ഔട്ട്ഫ്ലോസ്, നമ്മൾ അവിടെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകും. അപ്പൊ നമ്മുടെ കറൻസി ഒരുപാട് അങ്ങോട്ടേക്ക് പോവാണ്. അപ്പൊ നമ്മുടെ കറൻസിയുടെ സപ്ലൈ കൂടുന്ന സമയത്ത് എന്താണ് അവൻ സ്ട്രെങ്തൻ ചെയ്യും, നമ്മുടെ വീക്കൻ ചെയ്യും, നമ്മുടെ കറൻസിയുടെ വാല്യൂ കുറയാണ്. ഇനി സ്പെക്കുലേഷൻ ത്രൂ എന്താണ് ട്രേഡേഴ്സ് നമ്മുടെ കറൻസിയുടെ മൂല്യം കുറയുന്നു എന്ന് സ്പെക്കുലേറ്റ് ചെയ്യാം. കുറയുന്നു എന്ന് സ്പെക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് അപ്പൊ നമ്മുടെ കറൻസി ഒരുപാട് സെല് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കറൻസിയുടെ വാല്യൂ കുറയും. ഓക്കെ, ഇതിങ്ങനെ. പിന്നെ വരുന്നത് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. എക്സ്ചേഞ്ച് റേറ്റ് ഇങ്ങനെ ഫ്ലോട്ടിംഗ് ആവുന്നില്ല. ഒരു എക്കണോമിയിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലോട്ടിംഗ് ആണെങ്കിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബാലൻസ് ഓഫ് ട്രേഡ് സർപ്ലസ് വരുമ്പോൾ അത് ഡെഫിസിറ്റ് ആണെങ്കിൽ അത് ബാലൻസ് ചെയ്യാനും, ഡെഫിസിറ്റ് വരുമ്പോൾ അത് ബാലൻസ് ചെയ്യാനൊക്കെ ഈ എക്സ്ചേഞ്ച് റേറ്റിന്റെ ഫ്ലക്ച്വേഷൻസ് ഹെൽപ്പ് ചെയ്യുന്നത് പറഞ്ഞില്ലേ. അപ്പൊ എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻസ് ഹെൽപ്പ് ചെയ്യുന്നതിന് ഒരു യൂസ് ആയിട്ട് പറയാം. ഈ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ആകുമ്പോഴാണ് എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേറ്റ് ആവുന്നത്. അപ്പൊ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് പറയാം ബാലൻസ് ഓഫ് ട്രേഡ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാം. അപ്പൊ ഇമ്പോർട്ട് ഒക്കെ കൂടുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നു. ഇമ്പോർട്ട് കൂടുതലാണ്, എക്സ്പോർട്ടിനേക്കാൾ ഇമ്പോർട്ട് കൂടുതലാണെങ്കിൽ ഡെഫിസിറ്റ് ആണ്. അപ്പൊ ഡെഫിസിറ്റ് ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഡെഫിസിറ്റ് ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് കുറയ്ക്കും. എക്സ്ചേഞ്ച് റേറ്റ് കുറയ്ക്കുമ്പോൾ നമ്മുടെ കറൻസി വീക്കൻ ചെയ്യും. നമ്മുടെ കറൻസി വീക്കൻ ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ ചീപ്പർ ആകുമ്പോൾ എക്സ്പോർട്ട് ഒന്നും കൂടെ ചീപ്പർ ആയതുകൊണ്ട് എക്സ്പോർട്ട് കൂടുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അതന്നെ ഇവിടെ പറയുന്നു. ഇമ്പോർട്ട് കൂടുന്നു എന്ന് പറയുമ്പോൾ ഡെഫിസിറ്റ് ആവുന്ന സമയത്ത് നമ്മുടെ കറൻസിയുടെ വാല്യൂ അങ്ങനെ കുറയ്ക്കും. അപ്പൊ നമ്മുടെ കറൻസിയുടെ വാല്യൂ കുറയ്ക്കുമ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒക്കെ ചീപ്പർ ആകും, എക്സ്പോർട്ട് കൂടുമ്പോൾ ഈ ട്രേഡ് ഇംബാലൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? ബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ കറൻസി ഫ്ലോട്ട് ചെയ്യണം, ഇങ്ങനെ ഫ്രീലി ഫ്ലോട്ട് ചെയ്യണം. എന്നിട്ട് മേജർ ഫ്ലക്ച്വേഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഒരു മാനേജ്ഡ് ഫ്ലോട്ട് ആയിരിക്കണം എന്നാ പറയുന്നത്. മാനേജ്ഡ് ഫ്ലോട്ട് എന്ന് പറയുമ്പോൾ എന്താ? ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മുടെ കറൻസീനെ അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിനെ ഡെട്രിമെന്റൽ ആയിട്ട് നമ്മുടെ കറൻസീനെ നെഗറ്റീവ്ലി എഫക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കരുത്. നമ്മുടെ എക്കണോമിനെ നെഗറ്റീവ്ലി എഫക്ട് ചെയ്യുന്ന രീതിയിൽ എക്സ്ചേഞ്ച് റേറ്റ് മൂവ് ആവരുത്. ഒരു മാനേജ്ഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം ഇത് ഫ്ലോട്ട് ആവുന്നത്. അത് ജസ്റ്റ് പറയും. ഇനി ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റംസും ഉണ്ട്. ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് മാത്രമല്ല, ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റും ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ എക്സ്ചേഞ്ച് റേറ്റ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ആവൂല. അതിന് പകരം ഫിക്സ്ഡ് ആയിരിക്കും. അത് മാറും, എപ്പോഴും ഒന്നുമല്ല, അത് മാറും. അത് സെൻട്രൽ ബാങ്ക് ഒക്കെ വിചാരിച്ചിട്ട് സെൻട്രൽ ബാങ്ക് ഇന്റർവ്യൂ ചെയ്തിട്ടാണ് ഈ ഒരു റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്നിട്ട് ഒക്കേഷണൽ ആയിട്ട് ഇത് റീവാലുവേഷൻ ചെയ്യും, ഡീവാലുവേഷൻ ചെയ്യും. നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് കൂട്ടുക കുറയ്ക്കുക ഒക്കെ ചെയ്യും. അങ്ങനത്തെ ഒരു സിസ്റ്റത്തിനെയാണ് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ പല ഗവൺമെന്റ്സ് അങ്ങനെ പണ്ടൊക്കെ ഒരുപാട് കാലം മുന്നൊക്കെ ഇങ്ങനെ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അതും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കും. അടുത്ത ക്രോളിംഗ് പെഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ബേസിക്കലി ഒന്ന് വായിച്ച് മനസ്സിലാക്കിയത് അത്ര ഇമ്പോർട്ടന്റ് ഒന്നുമല്ല. ക്രോളിംഗ് പെഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻസി ഫ്ലക്ച്വേറ്റ് ചെയ്യും. ഫിക്സ്ഡ് ഫ്ലക്ച്വേഷൻ അല്ല, ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് അല്ല, ഫ്ലോട്ടിംഗ് ആണ്. ബട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത് ഒരു റേഞ്ചിലാണ്, ഒരു നാരോ റേഞ്ച്, ഒരു റേഞ്ച് സെറ്റ് ചെയ്യും. ആ റേഞ്ച് സെറ്റ് ചെയ്തിട്ട് ആ റേഞ്ചിനുള്ളിൽ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്ത് കളിക്കും. അങ്ങനത്തെ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിനെയാണ് ക്രോളിംഗ് പെഗ് എന്ന് പറയുന്നത്.
ഒരു ഇങ്ങനെ ടാർഗറ്റ് റേറ്റ് പറഞ്ഞിട്ട് ആ ടാർഗറ്റ് റേറ്റിന്റെ അറൗണ്ട് ഇങ്ങനെ കൂടെ കുറയാന്നൊക്കെ ചെയ്യുന്ന ആ ഒരു റേഞ്ചിൽ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതാണ് ക്രോളിംഗ് പെഗ് എന്ന് പറയുന്നത്. ഒരു ഫിക്സഡ് അല്ല, എന്നാലോ പക്ക ഫ്ലോട്ടിങ്ങും അല്ല, അങ്ങനത്തെയാണ് ക്രോളിംഗ് പെഗ് എന്ന് പറയുന്നത്. ഇപ്പൊ മെക്സിക്കോയിലൊക്കെ ഏതൊരു ടൈമിൽ ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കും. ഇതാണ് ഈ ചാപ്റ്റർ. എക്സ്ചേഞ്ച് റേറ്റ് പോളിസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ ചാപ്റ്ററിൽ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ബേസിക് ഒരു അണ്ടർസ്റ്റാൻഡിങ് മാത്രം ഉണ്ടാക്കിയാൽ മതി. വീഡിയോ കാണുക, എന്താണ് ഇതിൽ പറയുന്നത് മനസ്സിലാക്കുക, ആ ഒരു ബേസിക് ഐഡിയ മാത്രം ഉണ്ടാക്കിയാൽ മതി. ഇതിന്റെ ആ ഒരു ചാപ്റ്റർ 2 എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് കിട്ടും നിങ്ങൾക്ക്. ഫൈനാൻഷ്യൽ എൻവിയോൺമെന്റിന്റെയും എക്കണോമിക് എൻവിയോൺമെന്റിന്റെയും ബേസിക് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്റ്റഡി ഹബിലെ ചാപ്റ്റർ 2 പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ക്വിസും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ ഇത് സെറ്റാണ്. ഓക്കെ ഗൈസ്.